Okay. So നമ്മൾ മൊഡ്യൂൾ 4 ഏത് മെത്തേഡ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്? മെത്തേഡിന്റെ പേര് പറയാമോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മെത്തേഡിന്റെ പേര് മറന്നുപോയാ? ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡ്. ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. എസ്റ്റിമേറ്റ് ദ ക്വാണ്ടിറ്റി ഓഫ് ഫോളോയിങ് ഐറ്റംസ്. ഏതൊക്കെ ഐറ്റത്തിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. Second question, lime concrete in foundation. Third question, first class brickwork in foundation and plinth. Fourth question, 2.5 centimeter damp proof course. And last question, first class brickwork in superstructure. അപ്പോൾ ഇത്രയും ഐറ്റത്തിന്റെ എന്താണ് എസ്റ്റിമേറ്റ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് ഒരു 2 റൂംഡ് ബിൽഡിംഗ്, 2 റൂം ഉണ്ട്. ആ 2 റൂമിൽ എത്ര നമ്പർ ഓഫ് വിൻഡോസ്, എത്ര നമ്പർ ഓഫ് ഡോർസ് ഉണ്ടെന്ന് നോക്കി പറഞ്ഞേ. എത്ര നമ്പർ ഓഫ് വിൻഡോസും എത്ര നമ്പർ ഓഫ് ഡോർസും ഉണ്ട്? 2 doors and 2 windows. 2 doors and 2 windows. ഇനി ഡോറിന്റെയും വിൻഡോയുടെയും ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. എത്ര ഡോറിന്റെ ഡയമെൻഷൻ കൊടുത്തിരിക്കുന്നത്? ഡോറിന്റെ ഡയമെൻഷൻ കാണുന്നില്ലേ? 1.2 by 2.1 മീറ്റർ ഡോറിന്റെ ഡയമെൻഷൻ. വിൻഡോയുടെ ഡയമെൻഷൻ 1 into 1.2 meters. ഡോറിന്റെയും വിൻഡോയുടെയും ഡയമെൻഷൻ. ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഡോറിന്റെയും വിൻഡോയുടെയും ഡയമെൻഷൻ ഇതാണ്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇതാണ് നമ്മുടെ ഗിവൺ പ്ലാൻ. എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? നമ്മുടെ മെത്തേഡിന്റെ പേരെന്താ? ലോങ് വോൾ ഷോർട്ട് വോൾ മെത്തേഡ്. അപ്പോൾ ഇതിനകത്ത് എത്ര നമ്പർ ഓഫ് ലോങ് വോൾ ഉണ്ടെന്ന് പറഞ്ഞേ. നീളം കൂടിയ വോൾസ് എത്ര എണ്ണം ഉണ്ട്? ഷോർട്ട് വോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? ഞാനിപ്പോ ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തത് ലോങ് വോൾ ആണോ ഷോർട്ട് വോൾ ആണോ? നീളം കൂടിയ വോളിന് നമ്മൾ ലോങ് വോൾ എന്ന് പറയുന്നു, നീളം കുറഞ്ഞ വോളിനെ ഷോർട്ട് വോൾ എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ മാർക്ക് ചെയ്തത് ലോങ് വോൾ ആണോ ഷോർട്ട് വോൾ ആണോ? ലോങ് വോൾ. എത്ര ലോങ് വോൾ ഉണ്ട്? അതേ കണക്കാണ് ഒരു വോൾ ഇവിടെ ഉണ്ട്. ഇപ്പൊ എത്ര നമ്പർ ഓഫ് ലോങ് വോൾസ് ആയി? 2 നമ്പർ ഓഫ് ലോങ് വോൾസ് ആയി. 2 നമ്പർ ഓഫ് ലോങ് വോൾ. അപ്പൊ ഞാൻ ഈ റെഡ് ലൈനിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ലോങ് വോളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ലെങ്ത് എത്ര വരുമെന്ന് പറയാമോ? ലോങ് വോളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്ര വരും? സോ നമുക്ക് ഇവിടെ എന്താണ്, ഈ വോളിന്റെ ഹാഫിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ക്വസ്റ്റ്യനിൽ വോൾ തിക്നെസ് കൊടുത്തിട്ടുണ്ടോ? 20 സെന്റിമീറ്റർ വോൾ തിക്നെസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണ് ഇവിടെ എത്ര സെന്റിമീറ്റർ വരും? 10 സെന്റിമീറ്റർ. ഈ പോർഷനിൽ നമുക്ക് ഇത് 10 സെന്റിമീറ്റേഴ്സ് വരും. 10 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ എന്താ? 0.1 മീറ്റർ. പിന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര മീറ്റേഴ്സ് വന്നു? 3 മീറ്റേഴ്സ്. അപ്പോ 3. പിന്നെ നമുക്ക് ഇവിടെ ഒരു വോൾ ഉണ്ട്, അത് എത്ര സെന്റിമീറ്റേഴ്സാ? 20 സെന്റിമീറ്റർ തിക്നെസ്. അപ്പൊ എത്ര വന്നു? 0.2. ഇനി അടുത്ത എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് 3 മീറ്റേഴ്സ്. പ്ലസ് 3 പ്ലസ് ഇവിടെ എന്താണ്? ഈ വോളിന്റെ ഹാഫ് എടുത്താൽ മതി സെന്റർ ലൈൻ കിട്ടാനായിട്ട്. വോളിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 10 സെന്റിമീറ്റർ. ദാറ്റ് മീൻസ് 0.1 is equal to. ഇതാണ് ലോങ് വോളിന്റെ സെന്റർ ലൈൻ ഡിസ്റ്റൻസ്. എത്ര വരും? 6.4 meters. 6.4 meters. യൂണിറ്റ് എല്ലായിടത്തും എഴുതണം. യൂണിറ്റ് മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന് മാർക്ക് റെഡ്യൂസ് ചെയ്യും. ഇനി ഷോർട്ട് വോളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് പറഞ്ഞേ, അല്ലെങ്കിൽ സെന്റർ ലൈൻ ഡിസ്റ്റൻസ് പറഞ്ഞേ. ഇവിടെ എത്ര നമ്പർ ഓഫ് ഷോർട്ട് വോൾസ് ഉണ്ടെന്ന് പറയാമോ? എത്ര നമ്പർ ഓഫ് ഷോർട്ട് വോൾസ്? നോക്കിക്കേ.
ഇതൊരു ഷോർട്ട് വോൾ. ഇത് രണ്ടാമത്തെ ഷോർട്ട് വോൾ. ഇത് മൂന്നാമത്തെ ഷോർട്ട് വോൾ. അപ്പോൾ എത്ര നമ്പർ ഓഫ് ഷോർട്ട് വോൾസ് ആയി? 3 നമ്പർ ഓഫ് ഷോർട്ട് വോൾസും 2 നമ്പർ ഓഫ് ലോങ് വോൾസും ആണ് ഉള്ളത്. ഇനി ഷോർട്ട് വോളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്ര വരും എന്ന് പറഞ്ഞേ? ഷോർട്ട് വോളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 4.2 meters. 4.2 meters. എങ്ങനെയാണ് 4.2 meters കിട്ടിയെന്ന് കൂടി പറയാമോ? നമുക്ക് ദാണ്ടേ ഈ റൂമിന്റെ ഇന്നർ ഡയമെൻഷൻ എത്രയാണ്? 4 meters. പിന്നെന്താണ്? അതാണ് ഇവിടെ ഈ ഒരു പോർഷൻ വേണം. ഇവിടുത്തെ ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ എത്രയാണ്? വോളിന്റെ ഹാഫ്. വോൾ തിക്നെസ് 20 സെന്റിമീറ്റേഴ്സ് ആണ്. അപ്പൊ അതാണ്ട് ഈ പോർഷൻ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ. അത് കണക്കാണ് ഇവിടെയും ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് 10 സെന്റിമീറ്റേഴ്സ്. അപ്പൊ എന്താണ്? 0.1 plus 4, 0.1 plus 4 plus 0.1. 0.1, that is equal to 4.2 meters. അപ്പോൾ നമുക്ക് സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എത്ര കിട്ടി? 4.2 meters. ലോങ് വോൾ എത്രയായിരുന്നു കിട്ടിയത്? 6.4 meters. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും സെന്റർ ലൈൻ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തത്. ആർക്കും ഡൗട്ട് ഇല്ലല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കണേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യണ്ടേ? ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനത് എന്തൊക്കെ ചോദിച്ചിരിക്കുന്നു എന്ന് ചെക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ എന്താണ്? എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ എന്ന് വെച്ചാൽ നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? നമുക്ക് ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യാനായിട്ട് എന്തുമാത്രം സോയിൽ റിമൂവ് ചെയ്യണം, അതാണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷന്റെ ബ്രെഡ്ത്തും ഡെപ്തും നോക്കി പറഞ്ഞ ഈ ഫിഗറിൽ നിന്ന് നമുക്ക് സെക്ഷണൽ ഫിഗർ, ഈ ഫിഗർ ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോ ബ്രെഡ്ത്തും ഡെപ്തും എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ ഗ്രൗണ്ട് ലെവൽ, ഇത് ഗ്രൗണ്ട് ലെവൽ ആണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഏറ്റവും വലിയ ബ്രെഡ്ത്ത് നോക്കുക. ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഏറ്റവും വലിയ ബ്രെഡ്ത്ത് വാല്യൂ എത്രയാ? എത്ര സെന്റിമീറ്റേഴ്സ് ആണിത്? 70 സെന്റിമീറ്റേഴ്സ്. അപ്പോ ബ്രെഡ്ത്ത് 70 സെന്റിമീറ്റേഴ്സ്. ഇനി ഹൈറ്റ് എത്ര വരുമെന്ന് നോക്കിക്കേ. ഗ്രൗണ്ട് ലെവലിന് താഴെ വരെ ഫുൾ ഹൈറ്റ് ആണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഏറ്റവും വലിയ ബ്രെഡ്ത്ത്. അപ്പൊ എത്രയാ? ബ്രെഡ്ത്ത് 70 സെന്റിമീറ്റർ. ഹൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഫുൾ ഹൈറ്റ് ആണ് എർത്ത് വർക്ക് എക്സ്കവേഷൻ ഹൈറ്റ്. അത് എത്ര വരും? 30 plus 20 plus 20 plus 20. അപ്പോൾ 20 plus 20 40, 40 plus 20 60, 60 plus 30 90 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ബ്രെഡ്ത്തും ഹൈറ്റും കിട്ടി. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ബ്രെഡ്ത്തും ഹൈറ്റും അങ്ങ് എഴുതുവാണ്. അപ്പൊ നമ്മൾ എന്താണ്? 2 വോളായിട്ട് എടുക്കണം. ലോങ് വോളിന്റെയും കാൽക്കുലേറ്റ് ചെയ്യണം, ഷോർട്ട് വോളിന്റെയും കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് എത്ര നമ്പർ ഓഫ് ലോങ് വോൾ ഉണ്ടെന്നാ പഠിച്ചേ? എത്ര നമ്പർ ഓഫ് ലോങ് വോൾ ഉണ്ട് തന്നിരിക്കുന്ന ഫിഗറിൽ? നീളം കൂടി എത്ര നമ്പർ ഓഫ് വോൾസ് ആയിരുന്നു? 2 നമ്പർ ഓഫ് ലോങ് വോൾസ്. അപ്പോൾ 2 നമ്പേഴ്സ് അവിടെ കൊടുക്കുക. ലോങ് വോൾ 2 നമ്പേഴ്സ്. ഷോർട്ട് വോൾ എത്ര എണ്ണം ഉണ്ടായിരുന്നു? ഷോർട്ട് വോൾസ് 3 നമ്പേഴ്സ്. സോ നമ്മൾ ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് മെഷർമെന്റ് ഫോം ആണ്. ഈ തന്നിരിക്കുന്നതാണ് മെഷർമെന്റ് ഫോം എന്ന് പറയുന്നത്. മെഷർമെന്റ് ഫോമിനകത്ത് ഫസ്റ്റ് കോളത്തിൽ ഐറ്റം നമ്പർ അല്ലെങ്കിൽ സീരിയൽ നമ്പർ എന്നൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ നമ്മൾ മെഷർമെന്റ് ഫോമായിട്ട് എഴുതുമ്പോൾ ഐറ്റം നമ്പർ തന്നെ കൊടുക്കാം. സെക്കൻഡ് കോളത്തിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക്. അപ്പൊ അതിനകത്താണ് നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന കാര്യങ്ങൾ എഴുതുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു? എർത്ത് വർക്ക് എക്സ്കവേഷൻ ഇൻ ഫൗണ്ടേഷൻ. നമുക്ക് എന്താണ്? ലോങ് വോളും ഉണ്ട്, ഷോർട്ട് വോളും ഉണ്ട്. 2 നമ്പർ ഓഫ് ലോങ് വോൾ, 3 നമ്പർ ഓഫ് ഷോർട്ട് വോൾ. അപ്പോൾ നമ്പേഴ്സ്. മൂന്നാമത്തെ കോളം നമ്പേഴ്സ്. നാലാമത്തെ കോളം ലെങ്ത്. എന്താണ്? ഏത് യൂണിറ്റിലാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് കൂടി എഴുതുക. മീറ്റേഴ്സിലാണ് നമ്മുടെ യൂണിറ്റ്. അടുത്തത് എന്താണ്? ബ്രെഡ്ത്ത്.
breadth meters, f height quantity. Next one എന്താണ് 6 f height, last one g എന്ന് പറഞ്ഞ കോളത്തിൽ quantity, ലാസ്റ്റ് കോളം റിമാർക്സ്. ഇങ്ങനെയാണ് നമ്മൾ മെഷർമെന്റ് ഫോം എഴുതുന്നത്. ഇനി നമ്മുടെ ബ്രെഡ്ത്തും ഹൈറ്റും കിട്ടിയതെന്ന് പറഞ്ഞ് എത്രയായിരുന്നു നമുക്ക് കിട്ടിയ ബ്രെഡ്ത്ത്? എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ബ്രെഡ്ത്ത് എന്ന് പറയുമ്പോൾ ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള ഏറ്റവും വലിയ ബ്രെഡ്ത്ത് എത്രയായിരുന്നു? 70 സെന്റിമീറ്റേഴ്സ്. അപ്പോൾ 70 സെന്റിമീറ്റേഴ്സ് നമ്മൾ ഇവിടെ എഴുതുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂണിറ്റ്സ് എഴുതിയിരിക്കുന്ന മീറ്റേഴ്സിലായതുകൊണ്ട് 0.7 meters ബ്രെഡ്. അപ്പൊ ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ബ്രെഡ്ത്ത് 0.7 meters. സെയിം ഫൗണ്ടേഷൻ ആണ് എല്ലായിടത്തും കൊടുത്തിരിക്കുന്നത്. ലോങ് വോളിന്റെ താഴെയും ഷോർട്ട് വോളിന്റെ താഴെയും ഒരേ ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ഒന്നും ക്വസ്റ്റിന് പറയുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ രണ്ടായിട്ട് ചെയ്യേണ്ടി വരും. രണ്ട് ബ്രെഡ്ത്ത് ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും വ്യത്യാസം വരും. അങ്ങനെയുള്ള പ്രോബ്ലം നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്താണ് ഈ തന്നിരിക്കുന്ന ഫുൾ പ്ലാനിൽ, അതായത് എല്ലാ വോളിന്റെയും താഴെയുള്ള ഫൗണ്ടേഷൻ എന്താണ് ഒരേ ടൈപ്പ് ഫൗണ്ടേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ലോങ് വോളിനും ഷോർട്ട് വോളിനും സെയിം ടൈപ്പ് ഓഫ് ബ്രെഡ്ത്തും സെയിം ഹൈറ്റും ആണ് വരുന്നത്. ഹൈറ്റ് എത്രയായിരുന്നു കിട്ടിയത്? 0.9 meters. 0.9 meters. ഇനി നമ്മൾ ലെങ്ത് ഓഫ് ലോങ് വോൾ എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്തിരുന്നത്? ലെങ്ത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണ്ടേ? ഓർക്കുന്നുണ്ടോ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എന്താ ചെയ്തിരുന്നതെന്ന്? നമുക്ക് ലോങ് വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് എത്ര കിട്ടിയത്? ലോങ് വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് എത്ര കിട്ടി? 6.4 meters. അപ്പൊ ലോങ് വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് കിട്ടിയത് 6.4 meters. അപ്പോ 6.4 പിന്നെ എന്ത് ചെയ്യണം? 6.4ന്റെ കൂടെ നമ്മൾ ലോങ് വോളിന്റെ എന്താണ് ലെങ്ത് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ലോങ് വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് പ്ലസ് ബ്രെഡ്. നമ്മൾ ഏത് ഐറ്റം ആണ് എടുക്കുന്നത്? ഇവിടെ എന്താണ് ഇവിടുത്തെ ലോങ് വോളിന്റെ ലോങ് വോളിന്റെ ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ 0.7 ആണ്. അപ്പൊ ഏത് ഐറ്റം ആണോ എടുക്കേണ്ടത് അതിന്റെ ബ്രെഡ്ത്ത് ആഡ് ചെയ്യാം, 0.7. അപ്പൊ 6.4 plus 0.7 is equal to എത്ര വരും? 6.4 plus 0.7 is equal to 7.1 meters. 7.1 meters. ഇനി ഷോർട്ട് വോളിന്റെ ലെങ്ത് എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഷോർട്ട് വോളിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എത്ര കിട്ടി? ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ 4.2 meters ആണ് കിട്ടിയത്. അപ്പോൾ ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എന്ന് പറയുമ്പോൾ 4.2. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഷോർട്ട് വോൾ ആകുമ്പോൾ സബ്സ്ട്രാക്ട് ചെയ്യാം, മൈനസ് ബ്രെഡ്ത്തിൽ നിന്ന് സബ്സ്ട്രാക്ട് ചെയ്യാം. നമ്മുടെ ബ്രെഡ്ത്ത് വാല്യൂ എന്താണ്? 0.7 ആണ്. അപ്പൊ 4.2 മൈനസ് 0.7 is equal to എത്ര വരും? 3.5 meters. മനസ്സിലായോ എങ്ങനെയാണ് ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തതെന്ന്? അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം, റിമാർക്കിൽ എഴുതുക. ക്ലിയർ ആയോ ഈ ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ലെങ്തും ബ്രെഡ്ത്തും ഹൈറ്റും കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് ഒന്നുകിൽ എല്ലാവർക്കും ക്ലിയർ ആണോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എങ്കിൽ ഇനി ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാ? ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? നമുക്ക് എത്ര നമ്പേഴ്സ് ആണുള്ളത്? 2. അപ്പോൾ 2 into അടുത്ത എന്താ? ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ബ്രെഡ്ത്ത് multiplied by height. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 8.95. 8.95. അതായത് 2 into 7.1 into 0.7 into 0.9 is equal to 8.95. ഇനി നമുക്ക് ഓർത്തിരിക്കുക, നമ്മൾ ക്വാണ്ടിറ്റി മാർക്ക് ചെയ്യുമ്പോൾ ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ്സ് മാത്രം മതി, അതിൽ കൂടുതൽ മാർക്ക് ചെയ്യേണ്ട. അല്ലെങ്കിൽ ഡെസിമൽ കണ്ട് 2 ഡിജിറ്റ്സ് വെച്ച് റൗണ്ട് ഓഫ് ചെയ്യാം. എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ ഡെസിമൽസ് കഴിഞ്ഞ് 2 പ്ലേസസ് മാത്രം മതി. ഇനി ഷോർട്ട് വോൾ അത് കണക്ക് തന്നെ, നമ്പർ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? 3 into 3.5 into 0.7 into 0.9, that is equal to
6.62 meter cube. ഇനി ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് എർത്ത് വർക്ക് എക്സ്കവേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്നതാണ്. 8.95 plus 6.62 is equal to 15.56 meter cubes അല്ലെങ്കിൽ cubic meters, cumens. ഇപ്പൊ യൂണിറ്റും നമ്മൾ എഴുതണം 15.56 cumens. അപ്പോൾ എർത്ത് വർക്ക് എക്സ്കവേഷന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എല്ലാവർക്കും ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? Moving on to next question. അപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ. എർത്ത് വർക്ക് എക്സ്കവേഷൻ കാണിച്ചു, ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. അപ്പോൾ ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ നമ്മുടെ സെക്ഷനകത്ത് ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷന്റെ ബ്രെഡ്ത്തും ഡെപ്തും എന്ന് പറഞ്ഞേ. ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷന്റെ ബ്രെഡ്ത്തും ഡെപ്തും. നോക്കി പറഞ്ഞേ, ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷന്റെ ബ്രെഡ്ത്തും ഡെപ്തും എന്ന് പറഞ്ഞേ. എവിടെ ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷൻ കൊടുത്തിരിക്കുന്നത്? ആർക്കും അറിയില്ല ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷൻ എവിടെയാ കൊടുത്തിരിക്കുന്നതെന്ന്? ഇതാണ് ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷൻ. ഏറ്റവും ബേസിൽ കൊടുത്തിരിക്കുന്നതാണ് ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷൻ. ഇതിന്റെ ബ്രെഡ്ത്തും ഡെപ്തും എന്ന് പറഞ്ഞേ. ബ്രെഡ്ത്തും ഡെപ്തും എത്ര സെന്റിമീറ്റർ ആണ്? 70 സെന്റിമീറ്റർ ബ്രെഡ്ത്തും 20 സെന്റിമീറ്റർ 70 സെന്റിമീറ്റർ ബ്രെഡ്ത്തും 20 സെന്റിമീറ്റർ ഹൈറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഇതിന്റെ ലെങ്തും കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഞാനത് മാർക്ക് ചെയ്തു. 2 ലൈം കോൺക്രീറ്റ് ഇൻ ഫൗണ്ടേഷൻ, ലോങ് വോളും ഷോർട്ട് വോളും. എത്ര നമ്പർ ഓഫ് ലോങ് വോൾ ആയിരുന്നു? 2 നമ്പർ ഓഫ് ലോങ് വോളും 3 നമ്പർ ഓഫ് ഷോർട്ട് വോൾസ്. ഇനി നമുക്ക് ബ്രെഡ്ത്ത് എത്ര സെന്റിമീറ്റേഴ്സ് ആയിരുന്നു? 0.7. ലോങ് വോളും ഷോർട്ട് വോളും 0.7. ഹൈറ്റ് എത്ര സെന്റിമീറ്റേഴ്സ്? 20 സെന്റിമീറ്റേഴ്സ്. ഹൈറ്റ് 20 സെന്റിമീറ്റേഴ്സ്. ഇനി ഇതിന്റെ ലെങ്ത് കണ്ടുപിടിച്ച് പറഞ്ഞേ. ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ലെങ്ത്. ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ലെങ്ത് എത്ര വരുമെന്ന് പറഞ്ഞേ. ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷന്റെ ലോങ് വോളിന്റെ ലെങ്തും ഷോർട്ട് വോളിന്റെ ലെങ്തും. എങ്ങനെയാ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്? ലോങ് വോളിന്റെ ലെങ്ത് ആകുമ്പോൾ എന്താ എടുക്കണ്ടേ? ലോങ് വോളിന്റെ ലെങ്ത് ആകുമ്പോൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ. അത് എത്ര കിട്ടിയത്? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ എത്രയായിരുന്നു? സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ 6.4. 6.4 meters. അപ്പോൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ 6.4. പിന്നെ എന്ത് ചെയ്യണം? ലോങ് വോൾ ആകുമ്പോൾ സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ പ്ലസ് നമ്മുടെ ഐറ്റത്തിന്റെ ബ്രെഡ്. ലൈം കോൺക്രീറ്റ് ഫൗണ്ടേഷന്റെ ബ്രെഡ് എത്രയാണ്? 0.7. 6.4 plus 0.7 that is equal to എത്ര വന്നു? 7.1 meters.
ഇനി ഷോർട്ട് വോളിന്റെ ആകുമ്പോൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ലെങ്ത് ഈസ് ഈക്വൽ ടു ഷോർട്ട് വോളിന്റെ ലെങ്ത് എത്ര മീറ്റേഴ്സാണ് കിട്ടിയത്? 4.1 മീറ്റർ 4.2 മീറ്റേഴ്സ് അല്ലെ ഷോർട്ട് വോളിന്റെ ലെങ്ത്. 4.2 ഇനി എന്താ ചെയ്യണ്ടേ? 4.2 മൈനസ് നമ്മുടെ ഹൈറ്റ് ഏതാണ്? ഷോർട്ട് വോളിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 0.7. That is equal to എത്ര വരും? 4.2 minus 0.7 is equal to 3.5 meters. അപ്പൊ നമ്മൾ ലെങ്തിന്റെ കോളത്തിൽ മാർക്ക് ചെയ്യുക 7.1, ഇത് 3.5. ഇനി ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എങ്ങനെ എടുക്കുക? ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ number into length into breadth into height. So 1.99 meters. 2 into 7.1 into 0.7 into 0.2. 1.99 meters. ഇനി എന്താ ഉള്ളത്? ഷോർട്ട് വോളിന്റെ ക്വാണ്ടിറ്റി. ഷോർട്ട് വോളിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 3 into 3.5 into 0.7 into 0.2. എത്ര വരും? 1.47 meter cube. ഇനി എന്താണ്? ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ലൈം കോൺക്രീറ്റിംഗ് ഫൗണ്ടേഷൻ കിട്ടാനായിട്ട് 1.99 plus 1.47. 1.99 plus 1.47 is equal to 3.46 meter cubes. അല്ലെങ്കിൽ 3.46 cubic meters. 3.46 cubic meters. Cubic meters. ഇത്രയും ക്ലിയർ ആണോ? ലൈം കോൺക്രീറ്റിംഗ് ഫൗണ്ടേഷനും എർത്ത് വർക്ക് എക്സ്കവേഷൻ ഫൗണ്ടേഷനും കാൽക്കുലേറ്റ് ചെയ്തത്? Yes, sir. Yes, sir. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. അപ്പോൾ ഫൗണ്ടേഷൻ മുതൽ പ്ലിന്ത് വരെയുള്ള ബ്രിക്ക് വർക്കിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര ഐറ്റം വരും ഈ സെക്ഷൻ നോക്കി പറഞ്ഞേ. നമുക്ക് എത്ര ഫൂട്ടിങ്സ് വരും? ഇതാണ്ടേ, ഇത് ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, ഇത് തേർഡ് ഫൂട്ടിങ്. ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ളതിനെ പറയുന്ന പേരെന്താ? പ്ലിന്ത് ലെവൽ. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ പ്ലിന്ത് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, തേർഡ് ഫൂട്ടിങ്, പിന്നെ ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള പ്ലിന്ത്. ഇത്രയും ഐറ്റത്തിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, മനസ്സിലായോ? Yes, sir. Please respond. Yes, sir. അപ്പോ ഫസ്റ്റ് ഫൂട്ടിങ്, അപ്പൊ ഈ പറയുന്ന ഫസ്റ്റ് ഫൂട്ടിങ്, സെക്കൻഡ് ഫൂട്ടിങ്, തേർഡ് ഫൂട്ടിങ് പ്ലിന്തിന്റെ ലോങ് വോളിന്റെ ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം, ഷോർട്ട് വോളിന്റെ ക്വാണ്ടിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇതിന്റെ ബ്രെഡ്ത്തും ഡെപ്തും മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്തും ഡെപ്തും എത്ര വരിക? ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്തും ഡെപ്തും കാണാൻ പറ്റുന്നില്ല എല്ലാവർക്കും? ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്തും ഡെപ്തും 20 into 20 and 50. 20, 50. അപ്പൊ നമുക്ക് നമ്മുടെ മെഷർമെന്റ് ഫോമിലേക്ക് അതൊന്ന് മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ഫൂട്ടിങ്, അപ്പൊ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഓഫ് വർക്ക് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്. എന്നാൽ നമ്മൾ ആദ്യം മാർക്ക് ചെയ്യുന്നത് ലോങ് വോൾ ആണ്. ആദ്യം മാർക്ക് ചെയ്യുന്നത് ലോങ് വോൾ. അപ്പൊ ലോങ് വോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 2 നമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ഫൂട്ടിങ്ങും സെക്കൻഡ് ഫൂട്ടിങ്ങും തേർഡ് ഫൂട്ടിങ്ങും പ്ലിന്തും എല്ലാം എത്രയാണ്? 2 നമ്പേഴ്സ് ആണുള്ളത്. 2 നമ്പേഴ്സ്. ഇനി നമ്മുടെ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് എത്ര കിട്ടിയെന്ന് പറഞ്ഞേ? ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് എത്രയാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ടായിരുന്നു. ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 50യും ഹൈറ്റ് 50.
20, breadth 50, height 20. Breadth 50 and height 20 centimeters. ഈ സെക്കൻഡ് ഫൂട്ടിംഗ് നോക്കിക്കേ, സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും. സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് താണ്ടെ 40 ആണ്, ഹൈറ്റ് എത്രയാണ്? 20 ആണ്. അപ്പൊ 40യും 20യും. ഇനി ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ബ്രെഡ്ത്തും ഹൈറ്റും ഒക്കെ എന്തിലാണ് എഴുതുന്നത്? മീറ്റേഴ്സിലാണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ എഴുതുന്ന വാല്യൂസ് മീറ്റേഴ്സിൽ എഴുതണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ആൻസർ ഒക്കെ തെറ്റിപ്പോവും. അങ്ങനെ ഒരു മിസ്റ്റേക്സ് പലർക്കും വരുത്താറുണ്ട്. അപ്പോൾ നമ്മൾ മെഷർമെന്റ് ഫോമിൽ എഴുതുന്ന വാല്യൂസ് എല്ലാം മീറ്റേഴ്സിലായിരിക്കും. ഓക്കെ, അപ്പൊ സെക്കൻഡ് ഫൂട്ടിങ് എഴുതുമ്പോൾ എത്ര വരും? 0.4ഉം അതേ കണക്ക് തന്നെ ഹൈറ്റ് 0.2ഉം 20 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.2. ഇനി തേർഡ് ഫൂട്ടിങ് നോക്കിക്കേ, തേർഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 30, ഹൈറ്റും 30. അപ്പൊ രണ്ടും 30 സെന്റിമീറ്റേഴ്സ് ആണ്. ബ്രെഡ്ത്ത് 30, ഹൈറ്റ് 30. സോ ബ്രെഡ്ത്ത് 0.3, 30 എന്ന് പറയുമ്പോൾ 0.3, ഹൈറ്റ് എത്ര കിട്ടിയത്? 0.3. ഇനി പ്ലിന്ത് ലെവൽ. പ്ലിന്ത് ലെവലിന്റെ എന്താ വരിക? പ്ലിന്ത് ലെവലിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 30 സെന്റിമീറ്റർ, ബ്രെഡ്ത്തും 30 സെന്റിമീറ്റർ. അതാണ്ട് 30, 30. സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ 0.3. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? നമ്മൾ ബ്രെഡ്ത്തും ഡെപ്തും മാർക്ക് ചെയ്തത് ഒന്നുമില്ല, നമ്മൾ ക്വസ്റ്റ്യൻ ഫിഗറിൽ അതേ കണക്ക് എടുത്ത് എഴുതിയേ ഉള്ളൂ. ഓക്കെ ആണോ? Yes, sir. Yes, sir. Yes, sir. ഓക്കെ, ഇനി നമ്മൾ അതേ കണക്ക് തന്നെ ഷോർട്ട് വോൾ നോക്കുവാണ്. അപ്പൊ ഷോർട്ട് വോളിന് നമ്പേഴ്സ് എഴുതുമ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട് ഷോർട്ട് വോളിന്? ഷോർട്ട് വോൾ എത്ര നമ്പേഴ്സ് ആണ്? 3 നമ്പേഴ്സ് ആണ്. അപ്പോ എല്ലായിടത്തും 3 കൊടുക്കുക, നമ്പേഴ്സിനകത്ത് 3 കൊടുക്കുക. ഇനി ഷോർട്ട് വോളിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും നമുക്ക് എഴുതാം. ഷോർട്ട് വോളിന്റെ ബ്രെഡ്ത്തും ഹൈറ്റും എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ അതേ ബ്രെഡ്ത്തും ഹൈറ്റും തന്നെയാണ് ഷോർട്ട് വോളിനകത്തും വരുന്നത്. അപ്പോൾ സെയിം വാല്യൂസ് തന്നെ ഞാൻ കൊടുക്കുവാണ്. അപ്പൊ ലോങ് വോളിന്റെ അതേ ബ്രെഡ്ത്തും ഹൈറ്റും തന്നെയാണ് ഓരോ ഫൂട്ടിങ്ങിനും പ്ലിന്തിനും ഷോർട്ട് വോൾസിനകത്തും വരുന്നത്. ഇനി ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം ലോങ് വോളിന്റെ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് പറഞ്ഞേ? ലെങ്ത് ഈസ് ഈക്വൽ ടു, പറ, ലോങ് വോൾ ആണ്. അപ്പൊ ലെങ്ത് ഓഫ് ലോങ് വോൾ, സെന്റർ ലൈൻ ലെങ്ത് ഓഫ് ലോങ് വോൾ എത്ര മീറ്റേഴ്സ് ആ കിട്ടിയത്? 6.4. 6.4. പിന്നെന്താണ് 6.4ന്റെ കൂടെ എന്താ ചെയ്യേണ്ടത്? Plus breadth. പ്ലസ് 0.5. 0.5. നമ്മൾ എടുക്കുന്ന ഐറ്റം ഏതാണോ അതിന്റെ ബ്രെഡ്. ഇവിടുത്തെ നമ്മുടെ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് 0.5. അപ്പൊ 6.4 പ്ലസ് 0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 6.9 മീറ്റേഴ്സ്. ഓക്കെ, അപ്പൊ ലെങ്ത് നമുക്ക് കിട്ടി 6.9. ഇനി അടുത്ത സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് പറഞ്ഞേ. ലെങ്ത് ഈസ് ഈക്വൽ ടു, L ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് 6.4 plus 6.4 പ്ലസ് നമ്മുടെ ഐറ്റം സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 0.4 ആണ്. അപ്പൊ 6.4 പ്ലസ് 0.4 is equal to 6.8 meters. അപ്പൊ സെക്കൻഡ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് നമുക്ക് കിട്ടി 6.8 meters. ഇനി തേർഡ് ഫൂട്ടിങ് നോക്കിക്കേ. L is equal to 6.4 പ്ലസ് എത്ര എടുക്കണ്ടേ? തേർഡ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് എത്രയാ? 0.3. അപ്പൊ ഈസ് ഈക്വൽ ടു എത്ര വന്നു? 6.7 meters. ഇനി പ്ലിന്തിനും സെയിം തന്നെ വരുന്നത്, ബിക്കോസ് രണ്ടിന്റെയും ബ്രെഡ്ത്ത് സെയിം ആണ്. അപ്പോൾ രണ്ടിന്റെയും ബ്രെഡ്ത്ത് സെയിം ആയതുകൊണ്ട് പ്ലിന്തിനും അതേ കണക്ക് തന്നെ തേർഡ് ഫൂട്ടിങ്ങിനും സെയിം വാല്യൂ തന്നെ വരിക, 6.7. ഇനി നമുക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യണ്ടേ? ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്
എന്താണ് number into length into breadth into height. So number into length into breadth into height. അപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂ 1.38 meter cube. 1.38 meter cube. ഇനി അടുത്തത് സെക്കൻഡ് ഫൂട്ടിംഗ് 2 into 6.8 into 0.4 into 0.2 ചെയ്യുമ്പോൾ 1.09 meter cube. തേർഡ് ഫൂട്ടിംഗ് അതാണ് തന്നെ 2 into 6.7 into 0.3 into 0.3 ചെയ്യുമ്പോൾ 1.21 meter cube. പ്ലിന്തും അതാണ് അങ്ങനെ 2 into 6.7 into 0.3 into 0.3 ചെയ്യുമ്പോൾ 1.21 meter cube. ഇനി നമുക്ക് എന്താണ് ലോങ് വോൾസിന്റെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് എന്താണ് ഷോർട്ട് വോൾസിന്റെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ ഷോർട്ട് വോൾസിന്റെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ആദ്യം എന്താ ചെയ്യണ്ടേ ലെങ്ത് ഓഫ് ഫസ്റ്റ് ഫൂട്ടിംഗ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? L is equal to ലൗഡ് പ്ലീസ് കേട്ടില്ല. എത്രയാ ഷോർട്ട് വോളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയായിരുന്നു? 4.2. 4.2ന്റെ കൂടെ എന്താ ചെയ്യേണ്ടത്? അഡീഷൻ ആണോ സബ്ട്രാക്ഷൻ ആണോ? മൈനസ് എന്താ കൊടുക്കണ്ടേ? ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ബ്രെഡ്ത്ത് എത്രയാണ്? 0.5. 4.2 minus 0.5 that is equal to എത്ര വരും? 3.7 meters. അപ്പൊ നമ്മുടെ ലെങ്ത് ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് 3.7 meters. ഇനി സെക്കൻഡ് ഫൂട്ടിംഗ് എടുക്കുമ്പോൾ എന്താ വരിക? L is equal to 4.2 minus 4.2 മൈനസ് എടുക്കേണ്ട വാല്യൂ ഏതാ? സെക്കൻഡ് ഫൂട്ടിംഗ് 0.4. That is equal to 4.2 minus 0.4 is equal to 3.8 meters. So second footing ന്റെ വാല്യൂ കൊടുത്തു 3.8 meters. ഇനി അടുത്ത തേർഡ് ഫൂട്ടിംഗ് നോക്കുവാണ്. തേർഡ് ഫൂട്ടിങ്ങിന്റെ ലെങ്ത് L is equal to 4.2 minus 0.3. That is equal to എത്ര വരും? 3.9 meters. ഇനി ഇതാണ് പ്ലിന്തിനും സെയിം വാല്യൂ തന്നെയാണ് 0.3 തന്നെയാണ് ബ്രെഡ്ത്ത്. അപ്പൊ ഇത് രണ്ടിനും സെയിം വാല്യൂ 3.9 meters ആണ് രണ്ടിടത്തും വരിക. ഇനി ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എങ്ങനെയാ? ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ വരിക നമ്പേഴ്സ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. നമ്പേഴ്സ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു breadth into height. 3 into 3.7 into 0.5 into 0.2. അപ്പോൾ ഫസ്റ്റ് ഫൂട്ടിങ്ങിന്റെ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും 1.11 meter cube. സെക്കൻഡ് ഫൂട്ടിംഗ് ആകുമ്പോൾ 3 into 3.8 into 0.4 into 0.2 ചെയ്യുമ്പോൾ 0.91 meter cube. തേർഡ് ഫൂട്ടിംഗ് 3 into 3.9 into 0.3 into 0.3 ചെയ്യുമ്പോൾ 1.05 meter cube. പ്ലിന്ത് വരണം 3 into 3.9 into 0.3 into 0.3 ചെയ്യുമ്പോൾ 1.05 meter cube. ഇനി ടോട്ടൽ ക്വാണ്ടിറ്റി കിട്ടാൻ എന്താ ചെയ്യണ്ടേ? നമുക്ക് ഈ ഐറ്റംസ് എല്ലാം കൂടി ആഡ് ചെയ്യണം. അപ്പൊ ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ടോട്ടൽ ഐറ്റംസ് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് കിട്ടും. So total quantity കിട്ടിയിരിക്കുന്നുണ്ട് 9.01 cubic meters അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്. 9.01 cubic meters. അപ്പോൾ എന്താണ് ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ക്വാണ്ടിറ്റീസ് എല്ലാം കൂടി ആഡ് ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയോ? Yes, sir. Yes, sir. Yes, sir. നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്തത് 2.5 centimeter thick damp proof course. 2.5 centimeter thick damp proof course. ഇനി ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏരിയയിലാണോ വോളിയത്തിലാണോ? ഏരിയ. നമ്മൾ എന്ത് കൺസിഡർ ചെയ്യില്ല? തിക്നെസ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് കൺസിഡർ ചെയ്യത്തില്ല.
അപ്പോൾ തിക്നെസ് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് കൺസിഡർ ചെയ്യത്തില്ല. ഇനി നമുക്ക് ഈ ഫിഗർ നോക്കിയിട്ട് ഡാം പ്രൂഫ് കോഴ്സിന്റെ ബ്രെഡ്ത്ത് എത്ര വരും എന്ന് പറഞ്ഞേ. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ 2.5 സെന്റിമീറ്റർ തിക് ഡാം പ്രൂഫ് കോഴ്സ്. എവിടെയാ കൊടുത്തിരിക്കുന്നത്? വോളിന്റെ അതേ ബ്രെഡ്ത്തിലാണ് ഡാം പ്രൂഫ് കോഴ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രെഡ്ത്ത് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് എന്താ വരിക? വോളിന്റെ ബ്രെഡ്ത്ത് 20 സെന്റിമീറ്റർ. 20 സെന്റിമീറ്റർ. ഡാം പ്രൂഫ് കോഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? നമ്മൾ ഈ വോളിലേക്ക് മോയിസ്ചർ കണ്ടന്റ് വരാതിരിക്കാനാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് വോളില് മോയിസ്ചറിന്റെ പ്രസൻസ് വരാതിരിക്കാനാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ്ടേ ഡോറിന്റെയും വിൻഡോയുടെയും ഓപ്പണിങ്സ് വരുന്ന പോർഷൻ കണ്ടില്ലേ? അവിടെ നമുക്ക് എന്ത് ചെയ്യണ്ട? ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യണ്ട. ഡോർ, വിൻഡോ, വരാന്ത, ഓപ്പണിംഗ് അവിടെ ഒന്നും എന്ത് പ്രൊവൈഡ് ചെയ്യണ്ട? ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യണ്ട. അപ്പോൾ ആ ഡോറിന്റെയും വിൻഡോയുടെയും പോർഷൻ ഒഴിച്ച് ബാക്കി വോൾ വരുന്ന പോർഷനിലാണ് ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. മനസ്സിലായോ? Yes, sir. സോ നമ്മുടെ ഫോർത്ത് ഐറ്റം 2.5 സെന്റിമീറ്റർ ഡാം പ്രൂഫ് DPC എന്ന് വെച്ചാൽ ഡാം പ്രൂഫ് കോഴ്സ് 25 സെന്റിമീറ്റർ തിക്. നമ്മൾ ലോങ് വോൾ, എത്ര നമ്പർ ഓഫ് ലോങ് വോൾ? 2 നമ്പർ ഓഫ് ലോങ് വോൾ ഉണ്ടായിരുന്നു. ഷോർട്ട് വോൾസ് ആണെങ്കിൽ 3 നമ്പർ ഓഫ് ഷോർട്ട് വോൾസ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യണം. ബ്രെഡ്ത്ത് എത്ര വരുന്നേ? ബ്രെഡ്ത്ത് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് എന്ന് പറഞ്ഞാൽ വാൾ തിക്നെസ് തന്നെയാണ് ബ്രെഡ്ത്ത് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ്. അതെന്ന് പറയുമ്പോൾ എത്രയാണ് വാൾ തിക്നെസ്? 0.2 meters അല്ലെങ്കിൽ 0.2 meters. 0.2 meters ആണ് ഡാം പ്രൂഫ് കോഴ്സിന്റെ ബ്രെഡ്ത്ത്. ഹൈറ്റ് എന്തില്ല? ഹൈറ്റ് എടുക്കണ്ട. ഹൈറ്റ് അല്ലെങ്കിൽ തിക്നെസ് കൺസിഡർ ചെയ്യണ്ട. ഇനി ലെങ്ത് എങ്ങനെ കണ്ടുപിടിക്കും? ലെങ്ത് ഓഫ് ഡാം പ്രൂഫ് കോഴ്സ് ലോങ് വോളിന്റെ പറഞ്ഞേ. ലോങ് വോളിന്റെ ലെങ്തും ഷോർട്ട് വോളിന്റെ ലെങ്തും എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ആരെങ്കിലും ഒരാളെന്ന് പറയുമോ? ഇത്രയും പറഞ്ഞാല് നമ്മൾ ഇതുവരെ ചെയ്ത കണക്ക് തന്നെ. 6.4 plus breadth. 6.4 plus breadth. വാല്യൂ പറ. ബ്രെഡ്ത്ത് എത്ര കിട്ടിയിരിക്കുന്നത്? 0.2. 6.4 plus 0.2 is equal to 6.6. 6.6. ഇനി ഷോർട്ട് വോളിന്റെ ആകുമ്പോഴോ? ലെങ്ത് ഓഫ് ഷോർട്ട് വോൾ എത്രയാണ്? 4.2 meters. ഷോർട്ട് വോൾ ആകുമ്പോൾ എന്താ? മൈനസ് ചെയ്യുക. -0.2 that is equal to 4 meters. മനസ്സിലായോ എല്ലാവർക്കും? Yes, sir. ഓക്കെ. ഇനി നമുക്ക് എന്താ? ഹൈറ്റ് ഇല്ല, അതുകൊണ്ട് ഹൈറ്റിന്റെ കോളം ബ്ലാങ്ക് ആയിട്ട് തന്നെ ഇടാം. ഇനി നമ്പേഴ്സ് ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? 2 into length into breadth. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ലോങ് വോൾ 2 into 6.6 into 0.2 is equal to 2.64. അടുത്ത എന്താണ്? 3 into 4 into 0.2 that is equal to 2.4 meter cube. ഇപ്പൊ എന്താണ്? നമ്മൾ ഫുൾ വോളും കണ്ടുപിടിച്ചു. പക്ഷെ നമുക്ക് എന്തുണ്ട്? നമുക്ക് ഡോറിന്റെ ഓപ്പണിങ്സ് ഉണ്ട്. അതാണ് നമ്മൾ ഡിഡക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഡിഡക്ഷൻസ് എന്നും പറഞ്ഞ് എഴുതിയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പോൾ ഡിഡക്ഷൻ എന്ന് വെച്ചാൽ ഡോറിന്റെയും വിൻഡോയുടെയും ഡോറിന്റെ ഓപ്പണിങ്സിന്റെ താഴെ ഡാം പ്രൂഫ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പോ നമുക്ക് നോക്കാം. ഡോറ് നമുക്ക് എത്ര നമ്പർ ഓഫ് ഡോർസ് ഉണ്ട്? 2 നമ്പർ ഓഫ് ഡോർസ് ഉണ്ട്. അതെ, 2 നമ്പർ ഓഫ് ഡോർസ് ആണ് കൊടുത്തിരിക്കുന്നത്. 1 സെക്കൻഡ്, അത് ഹാങ് ആവും. ഇവിടെ ഡോറിന്റെ ഡയമെൻഷൻ കൊടുത്തിരിക്കുന്നുണ്ട് 1.2 by 2.1 meter.
അപ്പൊ നമുക്കിത് 1.2 ആണോ 2.1 ആണോ ഡിഡക്ട് ചെയ്യാൻ എടുക്കേണ്ടത്? 1.2 എന്ന് വെച്ചാൽ ലെങ്തും 2.1 എന്ന് വെച്ചാൽ എന്താ ഹൈറ്റും ആണ്. നമുക്ക് എന്താണ് ബോട്ടം പോർഷന്റെ 1.2 മാത്രം കൺസിഡർ ചെയ്താൽ മതി. ക്രാഷ് ആയി, ഒരു സെക്കൻഡ് ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കട്ടെ. അപ്പോ നമുക്ക് 2 നമ്പർ ഓഫ് ഡോസ് ആണുള്ളത്. അപ്പം എന്താണ് നമ്പേഴ്സിൽ 2 കൊടുക്കുക. ഇനി ബ്രെഡ്ത്ത് എത്ര എടുക്കണം? നമ്മൾ ഡോറിന്റെ ഡിഡക്ഷൻ ആണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഡാം പ്രൂഫ് കോഴ്സിന്റെ ഡിഡക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ഡാം പ്രൂഫ് കോഴ്സിന്റെ അതേ വോൾ തിക്നെസ് തന്നെയാണ് എടുക്കുന്നത്. ആ ഡോറിന്റെ വോൾ തിക്നെസ് നമ്മൾ എടുക്കില്ല. നമ്മൾ ആ ഓപ്പണിംഗ്, ഡോറിന്റെ ഓപ്പണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്, അത്രയും പോർഷനിൽ വോൾ ഇല്ല. അപ്പൊ ആ വോൾ തിക്നെസ് തന്നെയാണ് ഇവിടെയും എടുക്കുന്നത്. ഇനി ലെങ്ത് എന്ന് പറയുന്നത് 1.2 by 2.1 മീറ്റർ ആയിരുന്നു അതിന്റെ ഡയമെൻഷൻ കൊടുത്തിരുന്നത്. അതായത് 1.2 ആണ് ലെങ്തും 2.1 ഹൈറ്റ്. അപ്പോ 1.2 meters. ഇനി ക്വാണ്ടിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? 2 into 1.2 into 0.2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 0.48 കിട്ടി. അപ്പൊ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാനായിട്ട് ലോങ് ബോളിന്റെയും ഷോർട്ട് ബോളിന്റെയും ആഡ് ചെയ്യുക, മൈനസ് 0.48 ചെയ്യുക, ഡിഡക്ട് ചെയ്യുക. അപ്പൊ 2.64 പ്ലസ് 2.4 പിന്നെന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക, മൈനസ് ഡോർസൽ. അപ്പൊ നമുക്ക് കിട്ടുന്നത് 4.56 സ്ക്വയർ മീറ്റേഴ്സ്. എന്താണ്? മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ സ്ക്വയർ മീറ്റേഴ്സിൽ എഴുതുക. ബിക്കോസ് ഇവിടെ ക്വാണ്ടിറ്റി നമുക്ക് എന്താണ് ഏരിയയിലാണ് വരുന്നത്, അതുകൊണ്ട് സ്ക്വയർ മീറ്റേഴ്സിൽ എഴുതുക. ക്ലിയർ ആയോ എല്ലാവർക്കും? എങ്ങനെയാണ് ഡാം പ്രൂഫ് കോഴ്സിന്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിച്ചതെന്ന്? Yes, sir. Yes, sir. ഇനി നമ്മുടെ പ്രോബ്ലത്തിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ ഫൗണ്ടേഷൻ ആൻഡ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. ലാസ്റ്റ് പാർട്ട്. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്ക് ഇൻ സൂപ്പർ സ്ട്രക്ചർ. സിസ്റ്റം ഒന്ന് ഹാങ് ആയി. Just 1 second, please. ഓക്കെ, അപ്പോ ഇവിടെ എന്താണ് നമ്മൾ നമ്പേഴ്സ് ലോങ് ബോൾ എത്രയുണ്ട്? 2 നമ്പേഴ്സ് ഉണ്ട്. ഷോർട്ട് ബോൾ എത്ര നമ്പേഴ്സ് ആണ്? 3 നമ്പേഴ്സ് ആണ്. നമുക്ക് ലെങ്ത് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. ബ്രിക്ക് വർക്ക് അതിന്റെ ബ്രെഡ്ത്ത് എത്ര വരും എന്ന് പറഞ്ഞേ, ഓർമ്മയുണ്ടോ നോക്കട്ടെ? ബോളിന്റെ ബ്രെഡ്ത്ത് എത്രയാ? കുറച്ച് മുന്നേ ഞാൻ ഫിഗർ കാണിച്ചെന്ന് പറഞ്ഞു തന്നല്ലേ വോളിന്റെ ബ്രെഡ്ത്ത് ഇത്രയായിരുന്നു എന്ന്. എത്രയായിരുന്നു വോളിന്റെ ബ്രെഡ്ത്ത്? 0.2 meter. 0.2 meters. ഇനി വോളിന്റെ ഹൈറ്റ് നോക്കി പറഞ്ഞു, എത്ര മീറ്റേഴ്സ് ആ വോളിന്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്? 3.3 meters ആണ് വോളിന്റെ ഹൈറ്റ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ 20 centimeter ബ്രെഡ്ത്തും 3.3 meter ഹൈറ്റും. ഓക്കെ, അപ്പോ ബ്രെഡ്ത്ത് 0.2, ഹൈറ്റ് എത്രയാണ്? 3.3 meters. അപ്പൊ 0.2 ആൻഡ് 3.3 meter ഹൈറ്റ്. ഇനി നമുക്ക് ലെങ്ത് കണ്ടുപിടിക്കണം. എങ്ങനെയാ ലെങ്ത് കണ്ടുപിടിക്കുന്നത്? പെട്ടെന്ന് പറഞ്ഞോ.
ലോങ് വോളിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എങ്ങനെ എടുക്കുക? നമ്മളിപ്പോ കുറെ നേരം കൊണ്ട് ചെയ്യുന്നു ലെങ്ത് ഓഫ് ലോങ് വോളും ലെങ്ത് ഓഫ് ഷോർട്ട് വോളും. 6.4 plus 0.2 that is equal to 6.6 meters. ഇനി ഷോർട്ട് വോളിന്റെ ആകുമ്പോൾ എത്ര വരും? ഷോർട്ട് വോളിന്റെ സെന്റർ ലൈൻ ലെങ്ത് എത്രയായിരുന്നു? 4.2. 4.2 മൈനസ് ചെയ്യണം ഷോർട്ട് വോൾ ആണെങ്കിൽ. മൈനസ് 0.2 is equal to 4 meters. ഞാൻ വാല്യൂസ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ലോങ് വോളിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 6.6, ഷോർട്ട് വോളിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 4. ഇനി ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ എന്താ ചെയ്യുക? നമ്പർ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. ഓക്കെ, നമ്പർ ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടി 8.71 മീറ്റർ ക്യൂബ്. ഇനി അടുത്ത വാല്യൂ എന്തായിരിക്കും വരിക? 3 into 4 into 0.2 into 3.33 is equal to 7.92 meter cube. ഇനി നമുക്ക് ഡിഡക്ഷൻസ് ഉണ്ട്. വോളിനകത്ത് എത്ര നമ്പർ ഓഫ് ഡോഴ്സും എത്ര നമ്പർ ഓഫ് വിൻഡോസും ആ ക്വസ്റ്റിന് കൊടുത്തിരുന്നത്? നമുക്ക് തന്നെ 2 ഡോറും ഉണ്ട്, 2 വിൻഡോസ് അല്ലേ ഉള്ളത്? 2 ഡോറും 2 വിൻഡോസും ആണ് ഉള്ളത്. അപ്പോ എന്നിട്ട് വിൻഡോയുടെയും ഡോറിന്റെയും ഡയമെൻഷൻ കൊടുത്തിട്ടുണ്ട്. ലെങ്തും ഹൈറ്റും 1.2 by 2.1 ലെങ്തും ഹൈറ്റും. വിൻഡോയുടേത് 1 into 1.2. അപ്പൊ അത് മാർക്ക് ചെയ്യാം. അപ്പൊ 2 നമ്പർ ഓഫ് ഡോർസ്, 2 നമ്പർ ഓഫ് വിൻഡോസ്. ലെങ്ത് എത്രയായിരുന്നു? 1.2 ആണ് ഡോറിന്റെ ലെങ്ത്. ഡോറിന്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ 2.1 ആണ് ഡോറിന്റെ ഹൈറ്റ്. ഇനി വിൻഡോയുടെ ലെങ്ത് 1, വിൻഡോയുടെ ഹൈറ്റ് 1.2 meters. ഇനി ബ്രെഡ്ത്ത് എത്ര എടുക്കണോന്ന് പറഞ്ഞേ. ബ്രെഡ്ത്ത് എത്രയാ എടുക്കണ്ടേ? ബ്രെഡ്ത്തിനെ പറ്റി നമ്മുടെ ക്വസ്റ്റിനകത്തൊന്നും തരില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വോളിന്റെ ബ്രെഡ്ത്ത് എടുക്കണം. ബിക്കോസ് ഡിഡക്ഷൻ എവിടെയാ വരുന്നത്? വോളിന്റെ ആണ് ഡിഡക്ഷൻ എടുക്കുന്നത്. അപ്പൊ വോളിന്റെ ബ്രെഡ്ത്ത് എത്രയാണോ 20 centimeter, ആ ബ്രെഡ്ത്ത് ആണ് നമ്മൾ ഇവിടെയും ഡിഡക്ട് ചെയ്യാനായിട്ട് എടുക്കുന്നത്. 0.2 and 0.2. ഓക്കെ, അപ്പൊ നമുക്ക് ക്വാണ്ടിറ്റി കാൽക്കുലേഷൻ ചെയ്താൽ മതി. 2 into 1.2 into 0.2 into 2.1. So 1.008. ഇത് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്ത് 2 ഡെസിമൽ പ്ലേസിൽ വേണം എഴുതാനായിട്ട്. കണ്ടോ? ഇങ്ങനെ 2 ഡെസിമൽ പ്ലേസിൽ വേണം എപ്പോഴും ആൻസേഴ്സ് എഴുതാൻ ക്വാണ്ടിറ്റി എസ്റ്റിമേറ്റ് എടുക്കുമ്പോൾ. ഓക്കെ, അപ്പോ വിൻഡോയുടെ ക്വാണ്ടിറ്റി 0.49 എന്ന് കിട്ടും. 2 into 1 into 0.2 into 1.2 ചെയ്യുമ്പോൾ 0.48 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടേ? ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം. ടോട്ടൽ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാൻ എന്താണ്? ലോങ് വോളിന്റെയും ഷോർട്ട് വോളിന്റെയും ലെങ്ത് മൈനസ് ഡോറിന്റെയും വിൻഡോയുടെയും ക്വാണ്ടിറ്റി. അപ്പൊ ടോട്ടൽ ഇസ് ഈക്വൽ ടു 8.71 പ്ലസ് 7.92 minus 1.01 minus 0.48, that is equal to 15.14 cubic meters. 15.14 cubic meters അല്ലെങ്കിൽ മീറ്റർ ക്യൂബ്സ് എന്ന് എഴുതാം. cubic meters. ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും പോർഷനകത്ത് ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാം.